ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. അതിൽ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് 3 particles each of mass m located at points 1, 1, 2, 2 and 3, 3. The coordinate of the center of mass ആണ്. അപ്പോൾ സെന്റർ ഓഫ് മാസിന്റെ കോർഡിനേറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. ആ സെന്റർ ഓഫ് മാസിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനായിട്ട് എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കേണ്ട ഫോർമുല ഇതാണ്. xm equal to m1 x1 plus m2 x2 plus m3 x3 divided by m1 plus m2 plus m3. y coordinate ycm is equal to m1 y1 plus m2 y2 plus m3 y3 divided by m1 plus m2 plus m3 എന്നുള്ളതാണ്. അപ്പോൾ x1 y1 നോക്കിയാൽ ഇവിടെ ഫസ്റ്റ് കോർഡിനേറ്റ് ആണ് x1 y1 x2 y2 x3 y3 എന്ന് എടുക്കണം. x1 y1 x1 1 x2 2 x3 3. അതേപോലെ y1 1 y2 2 y3 3. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ xm m1 x1 plus m2 x2 plus m3 x3 by m1 plus m2 plus m3 then 1 into m plus 2 into m plus 3 into m by 3m. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. x കോർഡിനേറ്റ് 1 എന്ന് കിട്ടും. y കോർഡിനേറ്റ് സിമിലർലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 into m plus 2 into m plus 3 into m by 3 1 എന്ന് കിട്ടും. അങ്ങനെ കോർഡിനേറ്റ് ഓഫ് സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് 1 1 ഇവിടെ ഫോർമുല നമ്മൾ നോക്കിയാൽ ഇവിടെ 2 കോർഡിനേറ്റ് തരുമ്പോഴത്തേക്ക് ഇതൊരു പ്ലെയിനായിരിക്കും സിസ്റ്റം വെച്ചിരിക്കുന്നു. അപ്പോൾ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഈ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. നമ്മൾ x1 plus m2 x2 etc. by total mass. അതേപോലെ ycm കണ്ടുപിടിക്കാൻ m1 y1 plus m2 y2 etc. by total mass. അപ്പോൾ കോർഡിനേറ്റ് ഓഫ് സെന്റർ ഓഫ് മാസ് 1 1. അപ്പോൾ അവിടെ C ഓപ്ഷൻ C ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. 3 identical spheres each of mass 1 kg are kept as shown in figure below, touching each other with their centers are on a straight line. If their centers are marked PQ respectively, the distance of center of mass of the system from P is. അപ്പോൾ P എന്നാണ് സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു സ്പിയേഴ്സ് ആണ്. സ്പിയറിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് അതിന്റെ ജിയോമെട്രിക് സെന്ററിലായിരിക്കും. അപ്പോൾ അവിടെ ഇത് 1 2 3 particles ആണ് arranged along x axis. So center of mass lies on x axis. X axis ആയിരിക്കും center of mass ന്റെ പൊസിഷൻ വരുന്നത്. So xm equal to m1 x1 plus m2 x2 plus m3 x3 divided by m1 plus m2 plus m3 വരും. So 1 into 0 plus so mass 1 kg ആണ്. 1 into ആ ഫസ്റ്റ് മാസ് ഇരിക്കുന്ന ഒറിജിനൽ തന്നെയാണ്. അതുകൊണ്ട് x കോർഡിനേറ്റ് 0 ആയിട്ട് മാറും. അതാണ് 1 into 0 plus next mass 1 into ഈ ഡിസ്റ്റൻസ് ആണ് എടുക്കുന്നത് pq plus again 1 into next distance pr 1 into pr divided by 1 plus 1 plus 1. ഇത് നമ്മൾ വാല്യൂറ്റ് ചെയ്യുമ്പോൾ pq plus pr divided by 3. So this is the position of center of mass from p. xm equal to pq plus pr by 3. ycm ഉണ്ടായിരിക്കുന്നില്ല, കാര്യം സിസ്റ്റം അറേഞ്ച് ചെയ്തിരിക്കുന്നത് x axis ആണ്. So center of mass lies only the x axis. So pq plus pr by 3. So option D, second option correct. Exhausted two bodies A and B initially at rest move towards each other under the mutual force of attraction. At the instant when the speed of A is v and that of B is 2v, the speed of the center of mass of the body is. ഇവിടെ രണ്ട് ബോഡിയുണ്ട്, move towards mutual gravitational force of attraction. സ്പീഡ് ഓഫ് എന്ന് പറയുന്നത് v ആണ്, സ്പീഡ് ഓഫ് b എന്ന് പറയുന്നത് 2v ആണ്. What is the speed of center of mass എന്നാണ്. സെന്റർ ഓഫ് മാസ് മൂവ് ചെയ്യണമെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്തില്ലെങ്കിൽ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. സെന്റർ ഓഫ് മാസ് ഇസ് കൺസർവ്ഡ്. അപ്പോൾ അവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാത്തതുകൊണ്ട് സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. സോ സെന്റർ ഓഫ് മാസ് ഇസ് അറ്റ് റെസ്റ്റ്. സോ ദി സ്പീഡ് ഓഫ് ദി സെന്റർ ഓഫ് മാസ് ഈസ് 0. ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. A thin ring has a mass m and a radius r. Its moment of inertia about its diameter is. Diameter about that moment of inertia ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം moment of inertia about center of mass എന്ന് പറയുന്നത് mr² ആണ്. അപ്പോൾ ഇവിടെ രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയമീറ്റർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ id നമ്മൾ id plus id എന്ന് പറയുന്നത് mr² ഈക്വൽ ആയിരിക്കും. 2id equal to mr², id equal to mr² by 2 കിട്ടും. moment of inertia about the diameter എന്ന് പറയുന്നത് mr² by 2 applying perpendicular axis here.
പെർപെൻഡിക്കുലർ ആക്സിസ് അപ്ലൈ ചെയ്യണമെങ്കിൽ 3 ആക്സിസ് വേണം. എക്സ് ആക്സിസ്, വൈ ആക്സിസ് ആൻഡ് ഇസഡ് ആക്സിസ്. 3 ആക്സിസ് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. ഒരെണ്ണം എക്സും ഒരെണ്ണം വൈ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇസഡ് ആക്സിസ് പോലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് ത്രൂ സെന്റർ ഓഫ് മാസ് ആയിരിക്കും. അതാണ് മാസ് സ്ക്വയർ എടുത്തിരിക്കുന്നത്. ഇത് എക്സ് വൈ ഇത് ഇസഡ്. സോ ix plus iy is equal to iz. id plus id 2id equal to mr square. So moment of inertia over the diameter id is equal to mr square by 2. Second option is correct. Okay. Next question is sphere of mass 10 kg and radius 0.5 meter rotates about a tangent. The moment of inertia of the sphere is rotate about a tangent എന്ന് പറയുമ്പോഴത്തേക്ക് the parallel axis here എടുക്കണം. Moment of inertia through center of mass എടുക്കണം. Through center of mass 2/5 mr square. Then mass into square of the distance between the axis. Square of the distance between r mass into square of the distance r square വരും. That equals 7/5 mr square വരും. m എത്രയാണെന്ന് അറിയാം. 10 kg സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റേഡിയസ് 0.5 എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേച്ചാൽ moment of inertia is equal to 3.5 kg meter square. An oblique projected with initial velocity u, the torque acting at the highest point of the projectile is torque എന്ന് പറയുന്നത് force into perpendicular distance from the origin. Highest point എടുക്കുമ്പോൾ force എന്ന് പറയുന്നത് mg ആണ്. mg downward direction വരും. Perpendicular distance from the origin. From the origin, the range of the projectile ആണ്. Perpendicular distance from the origin, this is r by 2. So torque tau is equal to mg into r by 2. mg into r by 2. Projectile motion അറിയാം. റേറ്റ് എന്ന് പറയുന്നത് u square by g sin 2 theta. So mg into r by 2 is mg into u square by g sin 2 theta all divided by 2. This is torque acting on the highest point. mg into u square by g sin 2 theta divided by 2. Okay. Okay. So the next one, oblique projected with initial velocity. The angular momentum at the highest point of the projectile is angular momentum എന്ന് പറഞ്ഞാൽ ലീനിയർ മൊമെന്റം into perpendicular distance ആണ്. And the highest point എടുക്കുമ്പോൾ u cos theta remains constant. So the linear momentum at the highest point of the projectile motion is mu cos theta and the perpendicular distance from the origin is height of the projectile. So the angular momentum is equal to linear momentum into perpendicular distance. The linear momentum mu cos theta, perpendicular distance h. So mu cos theta into height of the projectile u square sin square theta by 2g. So angular momentum about the highest point mu cos theta into u square sin square theta divided by 2g. So the second option is correct. Okay. The moment of inertia of a flywheel having kinetic energy 360 joule and angular speed of 20 radian per second is moment of inertia ആണ് കണ്ടുപിടിക്കുന്നത്. Options തന്നിട്ടുണ്ട്. Kinetic energy of rotation എന്ന് പറഞ്ഞാൽ k is equal to half I omega square. So kinetic energy 360 equal to half I omega എന്ന് പറയുന്നത് 20 ആണ്. 20 square. So I എന്ന് പറയുന്നത് 360 into 2 divided by 20 square. Cancel ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് 1.8 കിലോഗ്രാം മീറ്റർ സ്ക്വയർ കിട്ടും. So second option is correct. 1.8 kilogram meter square. So kinetic energy rotation half I omega square.